സിനിമകളിലെ ഒരു സക്സസ് ഫോർമുലയാണ് ദേശീയത അല്ലെങ്കിൽ രാജ്യസ്നേഹം. ഭാഷാഭേദമന്യേ നിരവധി ചിത്രങ്ങൾ ദേശസ്നേഹത്തെ ആസ്പദമാക്കി എടുത്തിട്ടുണ്ട്. രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. പൊതുവെ ബോളിവുഡിൽ നിന്നാണ് മികച്ച ദേശസ്നേഹം തുളുമ്പുന്ന ചിത്രങ്ങൾ ഇറങ്ങുന്നത്. യുദ്ധങ്ങൾ മാത്രമല്ല, സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന നിരവധി ചിത്രങ്ങൾ ഈ ലിസ്റ്റിലുണ്ട്. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട മികച്ച ചില രാജ്യസ്നേഹ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ബോർഡർ. ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ ചിത്രമാണ് ബോർഡർ. 1971 ഇൻഡോ പാക് യുദ്ധത്തെ അടിസ്ഥാനമാക്കി ചെയ്ത ബോർഡർ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. അന്നത്തെ സൂപ്പർ സ്റ്റാറുകളായ സണ്ണി ഡിയോൺ, സുനിൽ ഷെട്ടി, ജാക്കി ഷെറഫ്, അക്ഷയ് ഖന്ന എന്നിവർ അഭിനയിച്ച ചിത്രം നാഷണൽ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടി. 2. ലക്ഷ്യ. ഫർഹാൻ അക്തറിന്റെ സംവിധാനത്തിൽ 2004 റിലീസ് ചെയ്ത ചിത്രമാണ് ലക്ഷ്യ. ഇന്ത്യൻ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ ചെറുപ്പക്കാർക്ക് ഏറെ പ്രചോദനമായ സിനിമയാണത്. ഒരു ബിസിനസ്സുകാരന്റെ മകനായി ജനിച്ച് അലസമായ ജീവിതം നയിക്കുകയും അപ്രതീക്ഷിതമായി ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതിലൂടെ ആ ചെറുപ്പക്കാരൻ യഥാർത്ഥ പട്ടാളക്കാരനാവുന്നു. ഹൃതിക് റോഷൻ, അമിതാഭ് ബച്ചൻ, പ്രീതി സിൻഡ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിൽ എത്തിയത്. അടുത്തത് 1971. 1971 ഇൻഡോ പാക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാക് തടവിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന 6 ഇന്ത്യൻ പട്ടാളക്കാരുടെ കഥ പറയുന്ന ചിത്രമാണിത്. തിയേറ്ററിൽ പ്രതീക്ഷിച്ച വിജയം നേടിയില്ലെങ്കിലും ആ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് നേടിയിരുന്നു. മനോജ് ബാജ്പേയി, രവി കിഷൻ തുടങ്ങിയ മികച്ച താരങ്ങളും ചിത്രത്തിലുണ്ട്. മറ്റ് രാജ്യസ്നേഹ സിനിമകളിൽ നിന്നും വ്യത്യസ്തമാർന്ന ട്രാക്കിലായിരുന്നു 1971 സംവിധാനം ചെയ്തത്. അടുത്തത് ലഗാൻ. ബ്രിട്ടീഷ് റൂൾ നിലനിന്നിരുന്ന 1893 നടക്കുന്ന കഥയാണിത്. സാധാരണക്കാരായ ജനങ്ങളിൽ ബ്രിട്ടീഷുകാർ ലാൻഡ് ടാക്സ് ചുമത്താൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ കർഷകനായ ഭുവനും ആളുകളും ചേർത്ത് പ്രതിഷേധം നടത്തും. ഇന്ത്യയിൽ അന്ന് സുപരിചിതമല്ലാത്ത ക്രിക്കറ്റ് കളിച്ച് ബ്രിട്ടീഷ് ടീമിനെ തോൽപ്പിച്ചാൽ ടാക്സ് ഒഴിവാക്കാമെന്ന ധാരണയിൽ നടത്തുന്ന ഇതിഹാസ കായിക ചിത്രമാണിത്. അടുത്തത് ചക് ദേ ഇന്ത്യ. ഷാരൂഖ് ഖാൻ സിനിമകളിൽ നിന്ന് തികച്ചും വേറിട്ടൊരു കഥാപാത്രമായിരുന്നു കബീർ ഖാൻ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ കോച്ചായി വന്ന ഷാരൂഖിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ചക് ദേ ഇന്ത്യയിൽ. ഇതിലെ പാട്ടും വളരെ പോപ്പുലർ ആണ്. ബോളിവുഡ് സ്പോർട്സ് ഡ്രാമകളിൽ ഇന്നും മികച്ച ചിത്രം ഇത് തന്നെയാണ്. 2007 റിലീസ് ചെയ്ത ചിത്രം വമ്പൻ ഹിറ്റായിരുന്നു. അടുത്തത് ദ ലെജൻഡ് ഓഫ് ഭഗത് സിംഗ്. ഭഗത് സിംഗിന്റെ കഥ പറഞ്ഞ രാജ്കുമാർ സന്തോഷി സംവിധാനം ചെയ്ത ചിത്രമാണിത്. ഒരു ചെറിയ കുഞ്ഞിന് നേരെ നടന്ന അനീതിക്കെതിരെ ബ്രിട്ടീഷ് നിയമത്തിനെതിരായി ഭഗത് സിംഗ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും തൂക്കിലേറ്റപ്പെടുകയും ചെയ്യുന്നു. അജയ് ദേവ്ഗൺ ഭഗത് സിംഗായി തകർത്തഭിനയിച്ചു. മാത്രമല്ല, മികച്ച അഭിനയത്തിന് ദേശീയ പുരസ്കാരവും അജയ് ദേവ്ഗൺ തേടിയെത്തി. അടുത്തത് കീർത്തിചക്ര. 2006 മേജർ രവിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണിത്. മോഹൻലാൽ, ജീവ, നവാബ് ഷാ, ഗോപിക തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച കീർത്തിചക്ര രാജ്യസ്നേഹത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരു പക്കാ പട്ടാളക്കാരന്റെ ജീവിതവും രാജ്യസുരക്ഷയിൽ അവർ എത്രത്തോളം മുൻതൂക്കം നൽകുന്നു എന്നതൊക്കെ കൃത്യമായി സിനിമയിൽ കാണാം. ഇന്നും മലയാളികളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാണിത്.